ഹായ് മക്കളെ, നമസ്കാരം. വരാഹം, നമ്മുടെ സുരേഷ് ഗോപി നായകനെത്തുന്ന വരാഹം എന്ന് പറഞ്ഞ സിനിമയുടെ ടീസർ വന്നിട്ടുണ്ട്. അത്യാവശ്യം പ്രതീക്ഷയുള്ള സിനിമയാണ്. കാരണം സുരേഷ് ഗോപി ആകുമ്പോൾ തന്നെ വലിയ കുഴപ്പമില്ലാത്ത ഒരു ആവറേജ് എന്നെങ്കിലും നമുക്ക് പറയാവുന്ന രീതിയിലുള്ള സിനിമകളാണ് തരാറുള്ളത്. കണ്ടു നോക്കാം. ഇത് ഒരുപാട് കാലങ്ങളായിട്ട് ഇങ്ങനെ വെയിറ്റ് ലിസ്റ്റിൽ കിടക്കുന്ന ഒരു പടം കൂടിയാണ്. 43 സെക്കൻഡ് മാത്രമേ ഉള്ളൂ. റെഡ്. നീ ജല്ലിക്കെട്ട് കണ്ടിട്ടുണ്ടോ? ജല്ലിക്കെട്ട് കാളയുടെ ഊന്നിപ്പിടിച്ച് തൂങ്ങുമ്പോ അത് മണ്ണി തലമുട്ടിച്ചൊരു പാച്ചിലുണ്ട്. കാളയുടെ തല താഴെ മുട്ടിന്ന് പിടിച്ചു കിടക്കുന്നവന് തോന്നണം. ആ നിമിഷം ശരിക്കും കാള ഉണ്ടാക്കുന്നതാ. അവനെ കൊമ്പിൽ കോർത്തെടുക്കാം. എനിക്കത് കുഴപ്പമില്ല. ഹാപ്പി ബർത്ത്ഡേ. വരാഹം. ഇന്ന് സുരേഷ് ഗോപിയുടെ ബർത്ത്ഡേ ആണല്ലേ? മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ ഡിയർ സുരേഷ് ചേട്ടാ. ടീസർ നൈസാണ് കേട്ടോ, മോശമൊന്നുമല്ല. നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. പിന്നെ ഡയലോഗ് ഡെലിവറി ഭയങ്കര രസമായിട്ട് ഫീൽ ചെയ്തു. അതാ അങ്ങനെ കാളയ്ക്ക് പിന്നെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, കോർത്തെടുക്കണം എന്നൊക്കെ പറയുമ്പോഴുള്ള മുഖത്തെ എക്സ്പ്രഷൻസ് ഒക്കെ ഭയങ്കര രസമായിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഫുൾ റിവെഞ്ച് ടൈപ്പ് സാധനം ആവാനാണ് സാധ്യത. കാരണം ഈ കാളയും സംഭവം കണക്ട് ചെയ്ത് ജില്ലിക്കെട്ടുമ്പോഴേ കണക്ട് ചെയ്ത് വെക്കുമ്പോൾ തോറ്റുവെന്ന് തോന്നിപ്പിച്ചിട്ട് എതിരാളിനെ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അറ്റാക്ക് എന്ന രീതി ഉണ്ടല്ലോ, ആ സംഭവമാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. സോ വലിയ കുഴപ്പമില്ല. എനിക്ക് ആകെ ഇതിലൊരു മോശം എന്ന് പറയാൻ തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പുള്ളിക്കാരന്റെ സിനിമകളൊക്കെ ഒരേ പാറ്റേണിലാവുകയാണ്. ആ ഒരു പ്രശ്നം മാത്രമാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ പറഞ്ഞ പോലെ ചാരമാണെന്ന് കരുതി ചകയാൻ നിൽക്കണ്ട എന്ന് പറയുന്ന പോലെ ജല്ലിക്കെട്ട് കാളെ കണ്ടിട്ടുണ്ട്, അങ്ങനെ ഒരു സംഭവം, അതിന്റെ ഒരു ഡയലോഗ്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത്തരത്തിലുള്ള പരിപാടികൾ കണ്ടുള്ളൊരു ചെറിയൊരു മടുപ്പുണ്ട് എന്നുള്ളത് ഒഴിച്ചു നിർത്തിയാൽ പെർഫോമൻസിലൊന്നും നമുക്കൊന്നും പറയാനില്ല. പിന്നെ സിനിമയാണെങ്കിലും പക്ക ഒരു ആക്ഷൻ മോഡിൽ പറയുന്ന ഒരു റിവെഞ്ച് ടൈപ്പ് സാധനമായിരിക്കും എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. സോ നിങ്ങൾക്ക് സിനിമ കണ്ടപ്പോൾ അല്ലെങ്കിൽ ടീച്ചർ കണ്ടപ്പോൾ ഉള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. സിനിമ കണ്ടപ്പോഴല്ല, ടീച്ചർ കണ്ടപ്പോൾ ഉള്ള അഭിപ്രായം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ. അതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.